എല്ലാവരും പറയും ആപ്പിൾ സൈഡർ വിനീഗർ ഇസ് എ മിറാക്കിൾ ഡ്രിങ്ക് എന്ന്. ബട്ട് ഈസ് യുവർ ബോഡി ആക്ച്വലി റിയാക്ടിങ് ദ വേ യു തിങ്ക്? ആപ്പിൾ സൈഡർ വിനീഗർ ഡൈല്യൂട്ടഡ് ആയിട്ട് കൺസ്യൂം ചെയ്തതിന് ശേഷമാണ് നമ്മളൊരു മീൽ കഴിക്കുന്നതെങ്കിൽ സ്റ്റൊമക്കിൽ നിന്ന് ആ ഫുഡ് പാർട്ടിക്കിൾ പോകാനുള്ള സമയം കൂടുതലായിട്ട് എടുക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സമയം ഫുള്ളർ ഫീലിംഗ് കിട്ടും. നമ്മളുടെ കൂടുതൽ കൺസംഷൻ ഓഫ് ഫുഡ് കുറയും. പിന്നെ കുറച്ച് പേരിലെങ്കിലും ഈ ഭക്ഷണം കഴിച്ചിട്ടുള്ള ബ്ലഡിലേക്കുള്ള ഈ ഷുഗർ സ്പൈക്ക് കുറയുന്നത് പോലെയും കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കാർബോഹൈഡ്രേറ്റ്സിനെ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുന്നു. ഓ, നല്ല റിയാക്ഷൻസ് ആണല്ലോ, എന്നാൽ നമുക്ക് ആപ്പിൾ സൈഡർ വിനീഗർ അൺഡൈല്യൂട്ടഡ് ആയിട്ട് കൺസ്യൂം ചെയ്യാന്ന് വിചാരിക്കരുതേ. പല്ലിൻ്റെ ഇനാമിൽ, ത്രോട്ട്, സ്റ്റൊമക്ക് എല്ലാം ഇറിറ്റേറ്റഡ് ആവാൻ ചാൻസസ് ഉണ്ട്. ബിക്കോസ് ഇറ്റ് ഹാസ് അസറ്റിക് ആസിഡ് ഇൻ ഇറ്റ്. എന്നാൽ ശരി, ഡൈല്യൂട്ടഡ് ആയിട്ട് എല്ലാവർക്കും ഇത് കൺസ്യൂം ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇൻസുലിൻ എടുക്കുന്നവർക്ക്, ഡയബറ്റിസ് പേഷ്യൻസിന്, പിന്നെ ആസിഡ് റിഫ്ലക്സ് ഉള്ളവർക്ക്, ഈ നെഞ്ചെരിച്ചിൽ, അസിഡിറ്റി ഇഷ്യൂസ് ഉള്ളവരൊക്കെ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന നല്ലത്. അഥവാ കൺസ്യൂം ചെയ്യണമെങ്കിൽ മെഡിക്കൽ പ്രൊഫഷണൽസിന്റെ അഡ്വൈസ് കിട്ടിയതിന് ശേഷം മാത്രം മതി കേട്ടോ. സോ ലോങ് സ്റ്റോറി ഷോർട്ട്, ആപ്പിൾ സൈഡർ വിനീഗർ ഇസ് നോട്ട് എ മാജിക് ഡ്രിങ്ക്, ബട്ട് ഇറ്റ് ഇസ് എ ടൂൾ. പ്രോപ്പറായിട്ട് വിവരമുള്ളവരുടെ അഡ്വൈസ് എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു കീപ് യുവർ എക്സ്പെക്ടേഷൻസ് റിയലിസ്റ്റിക്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.